നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ 2GB വേരിയൻറ്റ് ഫോൺ ആയിക്കോട്ടെ, 1GB വേരിയൻറ്റ് ഫോൺ ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം ലൈഫ് ആഫ്റ്റർ പബ്ജി മൊബൈലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു കിടിലൻ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിച്ചിരുന്നത്. ഈ ട്രിക്ക് 100% വർക്കായ ഒരു ട്രിക്കാണ്. ഇത് നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ ഏറ്റവും സ്റ്റോറേജ് കുറഞ്ഞൊരു ഫോണിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ നെറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് പിന്നെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എന്നെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എടുത്തിരിക്കുന്ന ഫോണ് 2GB റാം വേരിയൻറ്റ് വരുന്നൊരു ഡിവൈസാണ്. റെഡ്മിയുടെ 7 വേരിയൻ്റ് ആണിത്. അപ്പോൾ ഞാൻ ഇതിനകത്താണ് ഈ ഒരു ഗെയിം റൺ ചെയ്യിപ്പിക്കുന്നത്. അതും ലൈഫ് ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ലൈഫ് ആഫ്റ്ററിന് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഏകദേശം 3.9GB സൈസ് വരുന്നൊരു ഗെയിമാണ് ലൈഫ് ആഫ്റ്റർ. അതുപോലെ പബ്ജി മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ 1.8GB സൈസ് വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഗെയിംസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഒരു ആപ്ലിക്കേഷനും നിങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, നിങ്ങൾ ഗെയിംസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ അത് ലൈഫ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ഇതൊരു എമുലേറ്ററിൻ്റെ കൂട്ടാണ്, തനി എമുലേറ്റർ തന്നെയാണ്. ഇത് എമുലേറ്ററിൻ്റെ വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗെയിം കളിക്കുമെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് ഗെയിം കളിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഗെയിം നിങ്ങൾ ഓപ്പൺ ആക്കിയ ശേഷം ആ ഗെയിം നേരെ ഓപ്പണായി ലോഡിങ് ആയൊക്കെ വരുമ്പം ഈ ഗെയിം കയറി കളിക്കുന്നത് നമ്മുടെ ഫോണിലല്ല, വേറൊരു സെർവറിൽ വേറൊരു മെഷീൻ വഴി ആണ് നിങ്ങൾ ഈ കളിക്കുന്നത്. ഇപ്പം നിങ്ങൾ അതാണ് എമുലേറ്ററിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു എമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ PC എമുലേറ്റർ അല്ല, നമ്മൾ മൊബൈൽ എമുലേറ്ററാണ്. മൊബൈൽ എമുലേറ്റർ ഇച്ചിരി ഡിഫറൻസ് കുറേ ഉണ്ട്. അപ്പോൾ ഈ ഒരു എമുലേറ്ററിൻ്റെ സഹായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗെയിംസൊക്കെ കളിക്കാം. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ തന്നെ GTA 5 എങ്ങനെ നമ്മുടെ മൊബൈലിൽ കളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ ഒരു പാർട്ടിനകത്ത് വീഡിയോയ്ക്കകത്ത് നമ്മൾ PC ഗെയിംസ് ആയിരുന്നു കളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മൊബൈൽ ഗെയിം കളിക്കാൻ പറ്റും. നമ്മുടെ മൊബൈൽ കളിക്കാൻ പറ്റാത്ത ഗെയിംസൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ലൈഫ് ആഫ്റ്റർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഐസ്റ്റാർ ലോഡിങ് ആവുന്ന കാണാം. ഇപ്പോൾ ലോഡിങ് ആയ ശേഷം നിങ്ങൾക്ക് താഴോട്ട് കുറച്ച് ഗെയിംസ് കിടക്കുന്ന കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ കുറേ ഗെയിംസ് കിടക്കുന്ന കാണാം. ഫ്രീ ഫയർ, അതുപോലെ റിയൽ റേസ് 3, അതുപോലെ പബ്ജി മൊബൈൽ ലൈറ്റ്, പബ്ജി മൊബൈൽ, ക്ലാഷ് റോയൽ, അതുപോലെ ലൈഫ് ആഫ്റ്റർ, അതുപോലെ തന്നെ മിനി മിൽറ്റി. അപ്പോൾ നമുക്കിതുപോലെ കുറേ ഗെയിംസ് കിടക്കുന്നതാണ്. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഗെയിം കിടക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും ഗെയിംസാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഗെയിംസ് എങ്ങനെ കളിക്കാം അതിനു മുമ്പ് ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം സെറ്റിങ്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മേളിൽ ഒരു പെട്രോളിൻ്റെയൊക്കെ ഒരു പടം കാണിച്ചിട്ട് 55 മിനിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഡെയിലി ബേസ് നിങ്ങൾക്ക് 60 മിനിറ്റ് ഫ്രീ തരുന്നുണ്ട്. 60 മിനിറ്റ് ഫ്രീ എന്ന് വെച്ചാൽ ഈ ഒരു 60 മിനിറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏത് ഗെയിംസും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്യാം. നിങ്ങൾക്ക് 55 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പൈസ കൊടുത്ത് റീചാർജ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെല്ലൈക്കണൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും ഇത് വന്നാൽ നോട്ടിഫിക്കേഷൻ പോലെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് സ്പീഡ് ചെക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. സ്പീഡ് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്കൊരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു വീഡിയോ പോലെ എന്തോ റണ്ണിങ് ആവുന്ന കാണാം. താഴെ ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു പിങ് ഉണ്ടെന്നാണ്. നിങ്ങളുടെ മതിയായ മൊബൈലിനകത്ത് നെറ്റ് സ്പീഡ് ഇല്ല എന്നാണ് ഇത് കാണിക്കുന്ന ഈ ഒരു വീഡിയോ. എന്ന് വെച്ചാൽ ആ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം, നമ്മളിങ്ങനെ പറന്ന് തന്നെ നിന്ന് പോകുന്ന പോലെയാണ് കാണിക്കുന്നത്. നമ്മൾ എത്ര ഗെയിം കളിച്ചാലും നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള പിങ് ആണെന്നാണ് കാണിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്കിവിടെ അതുപോലെയാണ് കാണിക്കുന്നത്. അതുപോലെ ഗെയിംസ് സെക്ഷന്, അതുപോലെ മീ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കിടപ്പുണ്ട് താഴെ. നിങ്ങൾക്ക് ഇവിടെ മീ എന്നുള്ള ഓപ്ഷനൊക്കെ. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ന് ലോഡിങ് ആയി നിൽക്കുന്ന ശേഷം മാത്രമേ നമുക്ക് മീ എന്നുള്ള സെറ്റിങ്സിലോട്ട് പോകാൻ പറ്റൂ. മീ എന്നുള്ള സെറ്റിംഗ് മീ എന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു എഡിറ്റ് പ്രൊഫൈൽ, അതുപോലെ ചേഞ്ച് പാസ്വേഡ്, ഗ്രാഫിക്സ് സെറ്റിങ്സ്, അതുപോലെ ജനറൽ സെറ്റിങ്സ്, ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജനറൽ സെറ്റിങ്സിലൊന്ന് കയറി നോക്കാം. ജനറൽ സെറ്റിങ്സ് വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല, നമ്മുടെ റണ്ണും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രാഫിക്സ് ഏത് ലെവലിൽ ഇട്ട് നമുക്ക് മൊബൈലിൽ ഗെയിം കളിക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ഗ്രാഫിക്സ് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ അതിൽ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്കൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ചാറ്റ് വിത്ത് ഓർ ടീം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ പെട്രോളിൻ്റെയൊക്കെ ഒരു പടം കാണിച്ചേക്കുന്ന കാണാം. നിങ്ങൾക്ക് ആ പെട്രോളിൻ്റെ അവിടെ പടത്തിൽ
അപ്പോൾ ഇതിൻ്റെ റീചാർജ് മെത്തേഡൊക്കെ കാണിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ഒരു 55 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഗെയിം കളിച്ച് ക്ലോസ് ചെയ്താൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. റീചാർജ് മെത്തേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ലൈഫ് ആഫ്റ്റർ എന്ന് പറയുന്നത് 3 GB റാം വരുന്നൊരു ഗെയിമാണ്. 3 GB റാം അല്ല, 3 GB മെമ്മറി സൈസ് വരുന്നൊരു ഗെയിമാണ് ലൈഫ് ആഫ്റ്റർ. ഇത് നമ്മുടെ 2 GB റാം, അതുപോലെ 1 GB റാം, 3 GB റാമിനകത്തൊന്നും നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങളുടെ ഫോണിലോട്ട് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന പോലും ഇല്ല. ഈ ഒരു ഫോണിൻ്റെ പാക്കേജ് പോലും നിങ്ങളുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. നമ്മുടെ നെറ്റ് വെച്ചിട്ട് അവരിപ്പോൾ ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതാണ്. ആ നെറ്റ് നിങ്ങളുടെ 4G കണക്ഷൻ നല്ലൊരു പെർഫെക്റ്റ് കണക്ഷൻ ആണെങ്കിൽ നേരെ ഗെയിമിലോട്ട് ഓപ്പൺ ആക്കി തരുവാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് കയറിയിട്ട് ഗെയിം നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഏത് രീതിയിൽ എത്ര ഇത് വേണമെങ്കിലും ഗ്രാഫിക്സ് ഇട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഗെയിം കളിക്കാൻ പറ്റും. പക്ഷെ വേണ്ടത് നല്ല നെറ്റ് സ്ട്രെങ്ത് മാത്രം വേണം. നല്ല നെറ്റ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണ്. ഇനിയിപ്പോൾ ലോഡിംഗ് ആയി നിങ്ങൾക്ക് കാണാം ലൈഫ് ആഫ്റ്ററിൻ്റെ ഇതിലോട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ലൈഫ് ആഫ്റ്ററിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നല്ലൊരു ഇതിൽ എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ നല്ലൊരു ഗ്രാഫിക്സ് സെറ്റിങ്സ് ഒക്കെ എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടത് ലൈഫ് ആഫ്റ്ററിൻ്റെ തന്നെയാണ്. നല്ലൊരു ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഗെയിമിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗെയിമിലുണ്ട്. ഈ ഗെയിമിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഗെയിമിനകത്ത് സർവൈവ് ചെയ്ത് കളിക്കണം, സൂംബീൻസിനെ സർവൈവ് ചെയ്ത് കളിക്കണം, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഗെയിമിനകത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗെയിം ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാവരും വിചാരിക്കും ഒരു മിററിങ് ആണ് കാണിക്കുന്നതെന്ന്. മിററിങ് ഒന്നുമല്ല, 100% പ്രൂഫാണ്. ഇതൊരു മൊബൈൽ ഗെയിം തന്നെയാണ്, മൊബൈലിൽ കളിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ് ഞാൻ ഗെയിം കളിക്കുന്നത്. എൻ്റെ ഫോണിൽ വേറെ ആപ്പ് ഈ ഒരു ഗെയിം കിടപ്പില്ല. 2 GB റാമിനകത്ത് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ കളിക്കില്ല. കളിക്കാനില്ല എന്നല്ല, കളിക്കാൻ പറ്റില്ല. കാര്യം ലാഗ് അടിച്ച് പിങ്ങടിച്ച് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ചൂടായിട്ട് ജസ്റ്റ് എക്സിറ്റ് ആയി പോകും, റീകണക്റ്റ് വരും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫോണിൽ ഡയറക്റ്റ് ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാത്തത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. അതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കളിക്കാനും പറ്റും. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. ഈ ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഗെയിംസ് ലിസ്റ്റ് കിടക്കുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഗെയിം ഏതാണെന്ന് വെച്ചാൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ